Hi, hello, welcome back to a brand new episode of Happy Hive. Happy Hive team ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ മക്കയിലെ പ്രസിദ്ധമായ അൽ കാക്കിയ മാർക്കറ്റിലാണ്. കാക്കിയ മാർക്കറ്റിൽ മലയാളികൾക്ക് ഒരു നല്ല ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മലയാളികളുടെ തറവാട് എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. കാരണം എന്താ അറിയോ, നമ്മളുടെ വീട്ടിലെ പോലെ സ്വാദുള്ള ഭക്ഷണം ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അൽ ഷാമിൽ റെസ്റ്റോറൻറ്റ്. കാക്കിയിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രുചിയുമുള്ള ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻ്റാണ് അൽ ഷാമിൽ റെസ്റ്റോറൻറ്റ് കാക്കിയ. ഇന്ന് നമുക്ക് അൽ ഷാമിൽ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. യല്ലാ. നിങ്ങൾ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ? രാവിലെ 6 മണിക്ക് മുതൽ രാത്രി 2 മണി വരെയും ഇതേപോലെ തിരക്കാണ്. സോ അവര് 2 സെക്ഷനായിട്ടാണ് റെസ്റ്റോറൻറ്റ് തിരിച്ചേക്കുന്നത്. നമ്മൾ താഴെ കാണുന്ന ഈ സെക്ഷനാണ് ബാച്ചിലർ സെക്ഷൻ, ആൻഡ് ഫോർ ഫാമിലീസ് അപ്സ്റ്റെയറിൽ ഒരു സെപ്പറേറ്റ് ഫാമിലി സെക്ഷനാണ്. നമ്മള് ഫാമിലി സെക്ഷനിലോട്ട് പോകാമേ. ഷാമിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് ഇത് കേട്ടോ, പാൽക്കപ്പ. എല്ലാ ദിവസവും ഇല്ല, സ്പെഷ്യൽ ഡേയ്സിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാൽക്കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് പാൽക്കപ്പയും ഇന്ന് നല്ല പോത്തിൻ്റെ കാലുണ്ട്, പോത്തിൻ്റെ കാലിന് കുറച്ച് ഗ്രേവിയും കൂടി ഇട്ടിട്ട് കഴിച്ചു നോക്കാം. നല്ല വെന്തുടഞ്ഞ കപ്പയാണേ. സൂപ്പറാണേ. ഇനി നമുക്ക് പോത്തുകാലിൻ്റെ ഒരു പീസും ഈ പാൽക്കപ്പയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. അടുത്ത് നമ്മുടെ നല്ല നാടൻ നെയ്പ്പത്തില് നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ വാരിയല് കൊണ്ട് കഴിക്കാവേ, ബീഫിന്റെ വാരിയില്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കണതാ. പിന്നെ പ്ലേറ്റോട്ട് വെക്കുമ്പോ ഉണ്ടാക്കും. നല്ല സ്ലോ കുക്ക്ഡ് ബീഫാണ്. നമുക്ക് ഈ വാരിയല് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നല്ല വെന്ത ബീഫാണ് കേട്ടോ. എനിക്ക് അതിനകത്ത് എടുക്കാൻ കൂടി കഴിയുന്നുണ്ട്, ഇങ്ങനെ അടർന്നടർന്ന് വീടാണ്. നല്ല സ്ലോ ഫുഡായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്, അതാണ് ഇത്ര ടേസ്റ്റ് വരുന്നത്. നമ്മുടെ സ്വന്തം ലഗോൺ ബിരിയാണി. അപ്പം ഇവിടെ ബിരിയാണി ഓരോ ദിവസം ദമ്മ് സ്പെഷ്യൽ ഉണ്ടാവുക. ചില ദിവസം ഫിഷ് ആവും, ചില ദിവസം ബീഫ് ആവും, നല്ല ഫ്രഷ് ബീഫിന്റെ ഉണ്ടാവും, ചില ദിവസം ലഗോൺ ബിരിയാണി ആവും. ഇതിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടലുണ്ട്. ഇവിടുത്തെ ഷാമിലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ് വരും. അപ്പം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യണം. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ലഗോൺ ബിരിയാണി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ബിരിയാണി ഒന്നും ഭാരം നിന്നുണ്ട് അതിന്റെ മുട്ടയാണ്. ബിരിയാണിയുടെ മുട്ടക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ലഗോണിന്റെ ലെഗാണ് കേട്ടോ നീണ്ടിരിക്കണേ. അവിടെ സ്പൂൺ ഉണ്ടായിരുന്നേ. ഇതാ ഈ ഒരു പീസ് ലഗോൺ, നല്ല ലഗോൺ ചിക്കൻ. ഇവിടെ മക്കത്ത് കിട്ടുന്ന ഏറ്റവും സൂപ്പർ ദം ബിരിയാണി ഇതായി.
അടിപൊളി. ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിഞ്ച് ഡയലോഗുകൾ വീണ്ടും വീണ്ടും പറയണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. അത്രക്കും നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അത്രക്കും വിട്ട് നിൽക്കുന്ന അരിയും നല്ല നേരിയ മസാലയുള്ള നല്ല അടിപൊളി ചോറ്. ആ ഒരു പീസ് ചിക്കനും ഒരു പീസ് മുട്ടയും ആ നേരിയ മസാലയും ഇത്തിരി ചോറും കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ, ഇത് അടിപൊളി. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് നോർമൽ പുട്ടുണ്ട്, നല്ല ഗോതമ്പ് പുട്ടുണ്ട്. ഞാൻ അതുക്കും മേലെ പുതിയൊരു സാധനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഇറച്ചിപ്പുട്ട് പ്ലേറ്റ് കേട്ടോ. ഇറച്ചിപ്പുട്ട് പ്ലേറ്റിനകത്ത് വരുന്നത് നമ്മുടെ ഇറച്ചിപ്പുട്ട്, അതിൻ്റെ ഇറച്ചിയുടെ മസാലയും പുട്ടും കൂടെ ഇന്റർമീഡിയൻ്റ് ആയിട്ട് ലെയർ ചെയ്തൊരു ഇത് വരുന്നുണ്ട്. ഒരു സാലഡ് പോർഷൻ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ നല്ല ബീഫ് ഫ്രൈ വരുന്നുണ്ട്, പിന്നെ ഒരു വെജ് കറിയാണ് വരുന്നത്. ഇന്നുള്ളത് വെജിറ്റബിൾ കുറുമയാണ്, അല്ലെങ്കിൽ കടലക്കറിയും ഉണ്ടാവും. നല്ല ഇറച്ചിപ്പുട്ടുണ്ടല്ലോ, ഇറച്ചിയുള്ള ഭാഗം നോക്കിയിരിക്കട്ടെ. അതും കുറച്ച് ഈ ബീഫ് ഫ്രൈയും സാലഡൊക്കെ മാറ്റിയേക്കാം. നമ്മൾ പ്യുവർ നോൺ വെജിറ്റേറിയൻ ആണല്ലോ. വെജിറ്റബിൾ കറിയും വേണം, കടലക്കറി ആണെങ്കിൽ കൂട്ടി വെക്കുന്നത്, പക്ഷെ വെജിറ്റബിൾ കറി വേണം. രണ്ടും കൂടി ഇങ്ങനെ ഒരു രക്ഷയില്ല. ഇതൊരു മസ്റ്റ് ട്രൈ കേട്ടോ. പക്ഷെ ഇത് സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ ഉള്ളൂ, ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല. പുട്ട് ഡെയിലി അവൈലബിൾ ആവും, പക്ഷെ ഈ കോംബോ അത് കിട്ടൂല മക്കളെ. അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല നൂൽ പൊറോട്ടയും അതുപോലെ ചിക്കൻ മലബാർ കറി കേട്ടോ. നല്ല നാടൻ തേങ്ങ അരച്ചൊരു കറിയാണിത് കേട്ടോ. ഞാനിട്ട് നോക്കാം. നൂൽ പൊറോട്ട സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഡ്രൈ ആയിട്ടാണ് കിട്ടുക. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. നല്ല രസമുണ്ട്. നമ്മുടെ വീട്ടില് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന പോലത്തെ നല്ല തേങ്ങ അരച്ച നാടൻ കറി. അപ്പൊ എങ്ങനെയാ നമ്മള് കടായി ചിക്കൻ ആയിട്ടാണ് തുടങ്ങല്ലേ? നല്ല അടിപൊളി നല്ല റെഡ് കളർ കടായി ചിക്കൻ. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ അലാറം ഇത്തിരി ഉപ്പ് കൂടുതലാ. ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെയാണ്. ഉപ്പിൻ്റെ അകത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു പത്തിരി പിടിച്ചിട്ടുണ്ടല്ലോ ഈ ബീഫ് റോസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് മുക്കിയിട്ടുണ്ടല്ലോ. ഇതാ ഇങ്ങനെ വീട്ടിലെത്തി, നമ്മളെ താനൂരെത്തി. അടിപൊളി. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് വെറുതെ എന്തെങ്കിലും കുറച്ചിരിക്കണമെങ്കിൽ ഈ ബീഫ് ചില്ലി അങ്ങനെ ഒരു ASMR വീഡിയോ ആണെങ്കിൽ ഞാൻ അതിന്റെ കറക്റ്റ് സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ മതി. അടിപൊളി, പെർഫെക്റ്റ്ലി കുക്ക്. ഈ കാണുന്ന QR കോഡുകൾ ഉപയോഗിച്ച് ഷാമിലില് ഡെയിലി വരുന്ന ഓഫർ സ്പെഷ്യൽസും ഓഫേഴ്സും ഒക്കെ അറിയാൻ പറ്റും. അപ്പം മറക്കാതെ ഇത് രണ്ടിലും നിങ്ങൾ ഫോളോ ചെയ്യാം. മക്ക മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു റെസ്റ്റോറൻ്റാണ് ഷാമില്. നമ്മുടെ ഉംറയ്ക്ക് വരുന്ന ആൾക്കാരുടെ ഒരു അറിവിലേക്കാണ് പറയുന്നത്. അൽക്കാക്കയിലാണ് നമ്മളുടെ അൽഷാമിൽ റെസ്റ്റോറൻ്റ് ഉള്ളത്. അൽഷാമിൽ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനും അവരുടെ വാട്സപ്പ് ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മലയാളി ഫുഡിന് പുറത്ത് ജ്യൂസസ്, ഫലൂദാസ്,
സ്നാക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അക്യോഡേഴ്സിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ആലിയ സൈനിങ് ഓഫ് ഫ്രം ഹാപ്പി ഹൈവ്. Bye bye.